ഇത്രയധികം പോപ്സിക്കൊണ്ട് ഇന്ന് നമ്മൾ ഈ കാണുന്ന പോലത്തെ വാൾ ഡെക്കറിന്ന് നമ്മൾ വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അപ്പൊ ഇത്രയും വില കൊടുത്ത് നമ്മൾ വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. ഇതേപോലത്തെ പോപ്സിക്കൊണ്ട് നമുക്ക് വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. വളരെ ചിലവുരിയാണ്. അപ്പൊ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പൊ ഏതായാലും ലൈക്ക് അടിച്ച് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യം തന്നെ നമുക്ക് ആ ഒരു സംഭവം ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു ഹെക്സഗൺ 6 സൈഡ് വരുന്ന ഒരു ഹെക്സഗൺ വേണം. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഇതേമാതിരി ആദ്യം ഒരു ഇതുണ്ടാക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു സൈഡുകൾ കാണിച്ചു തരാം. ഇതേമാതിരി വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതേമാതിരി നമുക്ക് കറക്റ്റ് ആയിട്ടൊരു ആംഗിൾ വേണം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഗൈസ് നമ്മൾ ഇതുപോലെ ഗ്ലൂ ഗണ്ണ് വെച്ചാണ് കേട്ടോ ഇതൊന്ന് ഒട്ടിക്കാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വെച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മണ്ടയ്ക്കാണ് കേട്ടോ തേക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്കിയോ, അപ്പോൾ ചെയ്യുന്ന വിധം നിങ്ങൾ മനസ്സിലാക്കണം. കറക്റ്റായിട്ട് നമുക്ക് വെച്ചു കൊടുക്കുക. ഓക്കെ, നമുക്കൊരു കറക്റ്റായിട്ട് വെച്ചൊട്ടിക്കുക. എന്നിട്ട് അടുത്തത് ഇതിൻ്റെ മണ്ടയ്ക്ക് വെച്ചിട്ടേക്കുക. അപ്പം നമ്മുടെ കയ്യിലുള്ള സ്റ്റിക്ക് എന്ന് പറയുന്നത് കളറിലെ ആയതുകൊണ്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സാധാ ഗ്ലൂവും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒട്ടിക്കിട്ടും. നമുക്ക് ആദ്യത്തെ ഒരു ഫ്രെയിം റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതേമാതിരി നമുക്കിതിൻ്റെ മണ്ടയ്ക്കാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു 6 എണ്ണമാണല്ലോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു സൈഡിൽ നമുക്ക് 13 എണ്ണമാണ് വെക്കേണ്ടത് കേട്ടോ. ഒരു സൈഡിൽ 13 സ്റ്റിക്കുകളാണ് വെക്കേണ്ടത്. അടുത്തത് നമ്മൾ ഇതിൻ്റെ മണ്ടയ്ക്കാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇത് കറക്റ്റായിട്ട് നമ്മൾ വെച്ചെടുക്കുക. നിങ്ങൾ നോക്കിൽ മനസ്സിലാക്കിക്കോ. ഓക്കെ, അപ്പോൾ അടുത്ത് അവിടെ വെച്ചെടുക്കുക. അടുത്ത് കഴിഞ്ഞപ്പോൾ ഇവിടെയും വെച്ചു കൊടുക്കുക. നമ്മൾ ഗ്ലൂ ഗണ്ണായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാം. മറ്റു ഗ്ലൂ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് താമസം പിടിക്കുന്നു മാത്രം. അടുത്തത് ഈ ഒരു ഗ്യാപ്പിൽ വെച്ചു കൊടുക്കുക ഒട്ടിച്ച്. ഓക്കെ, ഇതേമാതിരി നമുക്ക് കറക്റ്റായിട്ട് വേണം വെച്ചു കൊടുക്കാൻ. അപ്പോൾ നമുക്ക് ഒരു 2 ലെയറാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് കേട്ടോ. 2 ലെയർ. അടുത്ത ലെയർ വെച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ താഴ്ച വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ ആദ്യം വെച്ചെടുക്കുക. അപ്പോൾ അടുത്ത ഭാഗം പൊങ്ങി വരും. അപ്പോൾ ആ ഒരു പാറ്റേണിലാണ് നമ്മൾ വെച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു പിടി കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും ഈ ഒരു വയലറ്റ് സെറ്റ് ഒന്ന് ഫുള്ള് സെറ്റ് ആക്കിയിട്ട് ശേഷം കാണാം കേട്ടോ. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ഈ ഒരു വയലറ്റിന്റെ ഫ്രെയിം കേട്ടോ. ഫസ്റ്റ് ഫ്രെയിമിൻ്റെ അകത്ത് നമുക്ക് 24 വയലറ്റിന്റെ കളേഴ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമുക്ക് നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് ഈ ഒരു ബ്ലൂ ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതിങ്ങനെ അടുക്കി 24 എണ്ണം ഈ ഒരു ഫ്രെയിമിനകത്ത് ബ്ലൂവും 24 എണ്ണം കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ലെയറായിട്ടാണ് നമ്മൾ ഈ ഒരു കളേഴ്സ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 24 എണ്ണം ഇതിൽ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണേലും ചെയ്യാം. എനിക്കിപ്പോൾ കളറിലെ പോപ്സിക്ക് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു പരിപാടി യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമലായിട്ടുള്ള കളറൈസ് ആണ് കിട്ടുന്നതെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതും കൂടി ഒന്ന് 24 കളേഴ്സ് വെച്ചിട്ട് കാണാം കേട്ടോ. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് പച്ചയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും അത് പച്ച ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പച്ച ഫ്രെയിമും കൂടി നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഏകദേശം ഒരു കനം നമുക്ക് കിട്ടി കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളിയാണ്, നല്ല ലുക്ക് തന്നെ ഉണ്ട് കേട്ടോ ഇപ്പം തന്നെ കാണാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി നമുക്ക് ഡ്രൈവർ എന്ന് വെച്ചാൽ ഓറഞ്ച് ആണ്. അപ്പോൾ ആ ഒരു ഓറഞ്ച് നമുക്ക് ഈ ഒരു ഫ്രെയിമിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മുടെ ഫുള്ള് ഈ ഒരു ഫ്രെയിം ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.
അടിപൊളിയായിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ വെക്ക് കൊടുക്കാൻ പറ്റും. ആ ഒരു സെറ്റപ്പിൽ നമുക്കായി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഏതായാലും ഒരു ഫ്രെയിം കഴിഞ്ഞു. ബാക്കി വന്നത് അടുത്ത ഒരു ബോക്സും കൂടി ഇതുപോലെ ഹെക്സഗൺ ഉണ്ടാക്കിയെടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഒന്നാമത്തെ ലെയർ കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ബോക്സ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്യാം കേട്ടോ. കളറിങ് കോമ്പിനേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏതായാലും അടുത്ത ഫ്രെയിം സെറ്റ് ചെയ്യാം. ഇതുകൊണ്ട് മാറ്റി വെക്കട്ടെ. അപ്പോൾ നമ്മൾ ആ ഒരു ഫ്രെയിം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ലെയർ ഫുള്ള് അപ്പോൾ ആ ഒരു ഫ്രെയിം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആ ലെയർ ഫുള്ള് നമുക്ക് കംപ്ലീറ്റ് ഓറഞ്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു ഓറഞ്ച് കളറിലാണ് നമുക്ക് കംപ്ലീറ്റ് ഒട്ടിച്ചു കൊടുക്കാം. ഇതേമാതിരി അപ്പോൾ ഇതുപോലെ പച്ച നമുക്ക് ഫുള്ള് സെറ്റ് ആക്കിയിട്ട് കാണാവേ. ഗൈസ് ഇനിയിപ്പോൾ മഞ്ഞ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ വെച്ചു കൊടുക്കുക. നമുക്ക് ഈ ഒരു മഞ്ഞയും കൂടി സെറ്റ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഗൈസ് അങ്ങനെ ഒരു മഞ്ഞ ലെയർ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കാണാൻ അത്യാവശ്യം ലുക്കൊക്കെ ആയിട്ടുണ്ട്. ഇതാ ഒരു കളർഫുള്ളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് നമ്മുടെ മറ്റേ ആ ഒരു പിങ്ക് കളർ അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, ഓരോന്നിട്ട് ഓക്കെ ഗൈസ്. അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് മൊത്തത്തിലൊന്ന് വെച്ച് സെറ്റ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഏതായാലും നമ്മുടെ ലാസ്റ്റ് ഫൈനൽ സ്റ്റിക്കുകളാണ് നമ്മൾ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലാസ്റ്റത്തെ സ്റ്റിക്കും നമ്മൾ വെച്ച് കഴിഞ്ഞു. അപ്പോൾ അത് രണ്ടും നമുക്ക് സെറ്റ് ആയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് ഫ്രെയിം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും കൂടി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഇതുണ്ട്. അപ്പോൾ ഏതായാലും ഇപ്പോൾ അടുത്ത പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ആ ഒരു ഗ്ലൂ ഗണ്ണിൻ്റെ ആ ഒരു പശ ഇങ്ങനെ പടർന്ന് കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ ഫിനിഷ് ചെയ്തൊക്കെ ഒന്ന് വെക്കുക കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക എന്നുള്ളൊരു പരിപാടിയുണ്ട്. അപ്പോൾ കൊടുക്കണമെങ്കിൽ കൊടുത്താൽ മതി. അപ്പം നമ്മൾ രണ്ട് കളർ പേപ്പർ എടുത്തിട്ട് രണ്ട് ഡിഫറെൻറ്റ് കളറായിട്ട് ഇങ്ങനെ കൊടുക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളൊരു മാർക്കർ എടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു കറക്റ്റായിട്ട് ഫ്രെയിമിൽ വെച്ചതിന് ശേഷം ഓക്കെ, നമുക്കിനിയിപ്പം പുറത്തൂടെ നമ്മൾ വരച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് ഒട്ടിക്കേണ്ട ഭാഗമാണ്. അപ്പോൾ ഇതാ ഞാൻ വരച്ചു കൊടുക്കുക. നമുക്ക് ആ ഒരു വരച്ച് വെച്ചത് കഴിയുമ്പോൾ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ രണ്ടും ഒന്ന് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ടൊരു വാൾ ഡെക്കർ നമ്മൾ ആമസോണിൽ നിന്ന് മേടിക്കുന്നേക്കാൾ അടിപൊളിയായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും ഇതിൻ്റെ ഒരു ചെറിയ റിവ്യൂ കണ്ടിട്ട് ഓക്കെ.